ഹലോ എവ്രി വൺ. യാ സോ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മളിപ്പോൾ എന്താ വരയ്ക്കാൻ പോകുന്നതെന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള സിനാരിയോ ആണ്. നമുക്ക് നോർമൽ ഡേ ടു ഡേ ലൈഫിൽ വർലിയിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ നമ്മുടെ പേജ് എടുത്തു, ഇങ്ങനെ 4 സൈഡും ബോർഡർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഈ എൻഡിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ എൻഡിൽ വരയ്ക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കാം. പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ പെന്നോ സ്കെച്ചോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വരയ്ക്കുക. അപ്പം ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ നന്നായി കാണുന്നുണ്ടാവും, എൻ്റെ ബുക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഈ പേജ് എൻ്റെ കുറച്ച് വലിയ പേജാണ്. നിങ്ങളുടെ പേജിൻ്റെ ടോട്ടൽ സൈസ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ ടോട്ടൽ സൈസിൻ്റെ കുറച്ച് താഴത്തെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെരിച്ചിട്ടൊരു ലൈൻ വരയ്ക്കുക, ഇങ്ങനെ. ഇനി അതിൻ്റെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ കുറവ് സൈസേ പാടുള്ളൂ. താഴോട്ട് വരും തോറും സൈസ് കൂടി വരണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക. ഇത് നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഇതൊരു തെങ്ങാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ ചെരിച്ച് വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മളൊരു സർക്കിൾ കൊടുക്കും. ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ട്, അതായത് അവിടെ അതിൻ്റെ ഒരു പോയിന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈന് 2, 3, 4, 5 കണ്ടോ, അങ്ങനെ 5 വലിയ ലൈൻസ് വരയ്ക്കണം. ഇനി ഈ ലൈനിൻ്റെയൊക്കെ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ചെറുതായിട്ട് താഴോട്ട്, ഇങ്ങോട്ട് എന്നുള്ളത് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് താഴോട്ട് ഫേസ് ചെയ്തിട്ടല്ലേ, അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിലും അതിൻ്റേതായ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ചു കൊടുക്കുക. ഇനി ഇപ്പുറത്ത് ഇങ്ങനെ ഈ ഒരു താഴോട്ട് ആംഗിളിൽ, അപ്പുറത്ത് വരുമ്പോൾ അതിന് മുകളിലത്തെ ആംഗിളിലോട്ട് ഇങ്ങനെ ചുമ്മാ ലൈൻസ് ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ താഴത്തോട്ട്. എപ്പോഴും തെങ്ങിൻ്റെ ഓലകൾ അങ്ങനെയാണ്, 2 ഡയറക്ഷനിലേക്കായിട്ട് വേണം വരയ്ക്കാൻ. കണ്ടോ, ഒരു തെങ്ങായി. ഈ തെങ്ങിൻ്റെ താഴെ നമ്മളൊരു ചെറിയൊരു കോഴി പോലത്തെ ഒരു ബേർഡിനെ വരയ്ക്കാം. അപ്പോൾ അതിനെങ്ങനെയാണ് വരയ്ക്കുന്നത്? അതിനാദ്യം ഒരു ബോഡി വരച്ചു. അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഇത് രണ്ടും ഇവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യണം. ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇവിടെയും കഴുത്ത് കൊണ്ടുവരാം. എന്നിട്ട് കഴുത്ത് ഒരിത്തിരി നീട്ടി കൊടുത്തിട്ട് ഇവിടെ ഒരു വട്ടം വരയ്ക്കുക. ഇതൊക്കെ ഫുൾ ബ്ലാക്ക് തന്നെ കൊടുത്തോളൂ കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് പെൻസിൽ കൊണ്ട് അത് ഫില്ല് ചെയ്ത് കാണിച്ചതാണ്. ഞാൻ ഇപ്പോൾ കൂടുതലും കളർ പെൻസിൽസാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ നല്ലതാണ്. ഒന്ന് നമുക്ക് തെറ്റിയാലും മായ്ക്കാം, പ്രശ്നമില്ല. രാദർ ദാൻ യൂസിങ് മറ്റ്. ഇനി ഇതിനൊരു ചെറിയ കൊക്ക് വരയ്ക്കണം. അപ്പം ചെറിയൊരു ബീക്ക് വരച്ചു. നമ്മൾ വർലിയാണല്ലോ വരയ്ക്കുന്നത്, അപ്പം ലെഗ് ഇങ്ങനെ മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാല് ഇങ്ങനെ 4-5 ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും മതിയാവും വർലിയിൽ ഒരു ചെറിയൊരു ബേർഡ് അല്ലെങ്കിൽ കോഴി പോലുള്ളതിന് വരയ്ക്കാം. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ചെറുതായിട്ട് ഇതിങ്ങനെ ഒരു ബ്രാഞ്ച് വരയ്ക്കുന്നുണ്ട്. ബ്രാഞ്ച് വരച്ചിട്ട് അറ്റം ഒന്ന് കൂർപ്പിച്ച് കൊടുക്കുക. കൂർപ്പിച്ചിട്ട് 1, 2, 3 ഒരേതൾ. ഇനി ഇവിടെയും 3 ഇതളുള്ള ഒരു ബ്രാഞ്ച് കൊടുക്കുക. ഇവിടെയും 3 ഇതളുള്ള ബ്രാഞ്ച് കൊടുക്കുക. കൊടുത്തു. ഇനി നമ്മൾ ഈ സെൻറ്ററിലുള്ളത് ബ്ലാക്ക് കളറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് ഇതിൻ്റെ താഴെ ഒരു മരവും കൂടെ ഒരു ചെടിയും കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു സ്ഥലത്ത് ഒരാൾ ഇങ്ങനെ ഊതുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സൗണ്ട് വരുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്തുകൊണ്ട് പോവാണ്. നമ്മൾ അയാളുടെ ബോഡി ഇങ്ങനെ വരച്ചു. അപ്പോൾ പുള്ളി ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാല് ഫ്രണ്ടിലേക്കാക്കി
ബോഡി കൊടുത്തു. ഇനി ഇങ്ങനെ അയാളുടെ ഫേസിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിന് ഇവിടെ ഇങ്ങനെ ഒരു ബോൾ പോലത്തെ ഇത് കൊടുക്കുക, ഒരു റൗണ്ടഡ് ഫിഗർ. ഇനി അവിടെ നിന്ന് വേണം ഇങ്ങനെ ഈ ഇൻസ്ട്രുമെൻറ്റിലോട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കും. ലൈൻസിലൂടെയാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹോൾ ഭാഗം നമ്മൾ ഇനിയിപ്പോൾ ഇയാളിത് പിടിക്കണമല്ലോ, അപ്പോൾ പുള്ളിയുടെ കൈ ഇങ്ങനെ കൊടുത്തു. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇത് കംപ്ലീറ്റ്ലി ഇവരുടെ ഹെഡ് ഫില്ല് ചെയ്യണം, ബോഡി ഫില്ല് ചെയ്യണം, ഇവിടെയും ഫില്ല് ചെയ്യണം. ആയി. ഇനി ഇവരുടെ പാട്ട് കേട്ട് കുറച്ച് കുട്ടികൾ ഡാൻസ് കളിക്കുന്നത് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ പുള്ളി ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഈ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ അവരുടെ ബോഡി ഇത്തിരി ചെറുതായിരിക്കണം. 3 പേര് അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 3 ബോഡി നമ്മൾ വരച്ചു. ഓക്കെ, ഇനി അവർ 3 പേരും ഇയാളിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ലെഗ് ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിൽക്കും. ഇനി നമുക്ക് അവരുടെ ഹെഡ് വരച്ചു കൊടുക്കാം. 3 പേർക്ക് 3 പെൺകുട്ടികളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടികളാവുമ്പോൾ എന്ത് ചെയ്യും? നമുക്കിതിങ്ങനെ ഒരു ചെറിയ അവർ 2 ഭാഗം പോണിറ്റെയിൽ മുടി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഈ അറ്റത്തെ ആളുടെ കൈ ഇങ്ങനെ. ഇനി രണ്ടാമത്തെ ആൾ ഇവിടേക്ക് ജോയിൻ ചെയ്തിട്ട് ഇവരും ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. ഇനി അടുത്ത ആൾ ഇവിടേക്ക് ജോയിൻ ചെയ്യും. ഇവർ കൈ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അറ്റത്തുള്ള 2 പേരുടെ കൈ മാത്രം 2 സൈഡിലോട്ടും പോയിട്ട് ബാക്കി സെൻറ്ററിലുള്ളവരൊക്കെ തമ്മി ഹാൻഡ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവരുടെ ബോഡി ഫില്ല് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ബോഡിയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അവരുടെ ഹെഡും ഫില്ല് ചെയ്യാണ്. 3 പേരുടെ ഹെഡും നമ്മൾ ഫില്ല് ചെയ്യും. ഇത്രയായില്ലേ? ഇനി ഇവരല്ലാതെ ഇപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് വേറെ 2 വലിയ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് ഒരു ലൈൻ വരയ്ക്കും. അവരുടെ ബോഡി മോഷനിലാണ്, അതായത് അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇത്തിരി ചെരിവുള്ള ബോഡി. എന്നിട്ട് ഇവരുടെ കാലിങ്ങനെ മറ്റേ കാലിങ്ങനെ പൊങ്ങി വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ലേഡിയാണ്. അപ്പോൾ അവരുടെ തല നമ്മൾ വരച്ചു. ഈ കൈ ഇങ്ങനെ. ഇനി അതേപോലെ ഇതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ ഇവിടെ നോക്കിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവരുടെ ബോഡി ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരും. ഈ ചെരിഞ്ഞിട്ട് വന്നിട്ട് അവരുടെ ഈ കാല് സ്ട്രെയിറ്റും ഈ കാല് ഇങ്ങനെ ചെരിഞ്ഞിട്ടുമാണ്. ഇനി ആ ഒരാളുടെ തലയും കൂടെ നമ്മൾ വെച്ചു. കൈ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കൈ ഇങ്ങനെ കണ്ട. അപ്പം നമുക്ക് വേറെ 2 പേരും കൂടെ ആയി. ഇനി നമുക്ക് അവരുടെയും കൂടെ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വരച്ചു, ഇത്രയും ഭാഗം വരച്ചു. ഇനി നമുക്ക് ഇവിടെയാണ് വരയ്ക്കാനുള്ളത്. ഇവിടെ നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നത്? ഒരു വീടാണ് വരയ്ക്കാൻ പോകുന്നത്, ബിൽഡിംഗ്. അപ്പോൾ നമ്മളിവിടെ ചെടിയെല്ലാം വെച്ചു. ഇനി ഇവിടെ
ഇങ്ങനൊരു സ്ക്വയർ. ഓക്കെ, ഇനി ആ സ്ക്വയറിൻ്റെ താഴെ ഒരു സ്ക്വയറും കൂടെ, ഒരു റെക്റ്റാങ്കിൾ പോലെ ഇങ്ങനെ ഒരു പടി. ഇതാ വീടിൻ്റെ പടിയാണ്. ഇനി അതിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് മെയിനായിട്ടുള്ള പടിയാണ്. അപ്പോൾ അത് നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെയും ഇങ്ങനൊരു സ്റ്റെപ്പും കൂടെ, 2 സ്റ്റെപ്പ്. ഇതാ വീടിൻ്റെ എൻട്രൻസാണ്. ഇനി ഈ വീടിനെ നമ്മൾ എഗെയിൻ 2ആയി ഡിവൈഡ് ചെയ്യും. നമുക്ക് ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം, 3, അങ്ങനെ 3 സെക്ഷനായിട്ട് കിട്ടി. ഇനി ഇവിടെ അങ്ങനെ വരച്ചു. ഇനി ഇവിടെയൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കണം, എല്ലാം ഈക്വൽ ആവണ്ടേ. ഇനി ഇവിടെ ഒരു മാർക്ക് നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെ, എന്നിട്ട് ഇതിലേക്കും കൊടുത്തു. റൈറ്റ്. ഇനി ഞാൻ ഇങ്ങനെ 1, 2 കണ്ടോ, ഇങ്ങനെ 2 ആർച്ചിട്ടു. ഇനി ഞാൻ എൻ്റെ കുറച്ച് തിന്നായിട്ടുള്ള പെന്നെടുത്തിട്ട് ഇതിലിങ്ങനെ ലൈൻസ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരും, അവിടെയും ലൈൻസ് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തു. ഈ സെൻറ്ററിൽ കുറച്ച് ലൈൻസ് ഉള്ളൊരു സെഗ്മെൻറ്റ് കൊടുത്തു. അതേപോലെ ഇവിടെയും ഇങ്ങനെ ലൈൻസ് ഉള്ളൊരു സെഗ്മെൻറ്റ് കൊടുത്തു. ഓൾറൈറ്റ്. ഇനി ഇതിൻ്റെ നടുവിലൊരു കുട്ടി നിൽക്കുന്നുണ്ട്. ആ കുട്ടിയും ഭയങ്കരമായി ഡാൻസ് കളിക്കാനുള്ള, ഈ മ്യൂസിക് കേട്ട് ഡാൻസ് കളിക്കാനുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് അപ്പം നമ്മൾ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡാൻസ് കളിക്കുന്ന മൂവ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ഫില്ല് ചെയ്തു, ബോഡി ഫില്ല് ചെയ്തു. ബോഡിയൊക്കെ നോർമലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, കയ്യിൽ മാത്രമാണ് നമ്മൾ ആക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി വരയ്ക്കുക. ഇത്രയും ഭാഗമായി. ഇനി ഇവിടെ നമ്മൾ ഒരു ചെടി വരയ്ക്കാൻ പോകും. വീടല്ലേ, വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെടിയുണ്ട്. ചെടി ഞാനിങ്ങനെ ലീവ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലിങ്ങനെ വന്നിട്ട് അതൊക്കെ സിമ്പിളായിട്ടാട്ടോ ഞാൻ കൊടുക്കുന്നത്. അതിന് താഴെ 2 ലൈനും കൊടുക്കേണ്ടത് അതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് കൊടുക്കാനുള്ളത് ഈ ചെടികളുടെ ലീഫാണ്. ഇപ്പം നമ്മൾ ഇന്നത്തെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് ത്രൂ ഔട്ട് എല്ലാത്തിനും ബ്ലാക്ക് കളറാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ഒരു സൂര്യനെയും കൂടെയാണ് വരയ്ക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ. അപ്പം സൂര്യൻ ഞാനൊരു സിമ്പിൾ റൗണ്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് റൗണ്ടിന് നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ലൈൻസ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് കൊടുത്താൽ മതി. ചെറിയ പെയിൻറ്റിങ് അല്ലേ.
കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ്.